നാഥൻ വന്നേ കതിരുകളെല്ലാം മാറിൽ ചേർത്തേ വേഗത്തിൽ വേഗത്തിൽ ആനന്ദ കണ്ണീരിട്ടും ഭക്തന്മാർ നൃത്തത്തോടെ പാടുന്നേ ജയഘോഷം പാടുന്നേ ഇനി കണ്ണീരില്ല ദുഃഖമില്ല ദൂതന്മാരും ചേർന്ന് പാടും കണ്ണീരില്ല കണ്ണീരില്ല മുറവിളിയില്ല ദുഃഖമില്ല നിത്യതയിൽ ദൂതന്മാരും മൂപ്പന്മാരും ചേർന്ന് പാടും നിത്യതയിൽ. അവൻ വരുന്ന നാളിൽ എന്റെ കാലം പിടിച്ചു തന്റെ മാവോടേ ആ സമൂഹമതിൽ അന്നു കാഘോഷിക്കും സന്തോഷത ആ സമൂഹമതിൽ അന്നു കാഘോഷിക്കും സന്തോഷത ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാത്രത്തിൽ സൃഷ്ടികാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ അങ്ങൾ കോതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാവിലൂടെ വരവിനായി കങ്ങൾ കോതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാവിലൂടെ വരവിനായി എന്റെ കരം പിടിച്ചു തന്റെ മാറോട് എന്റെ കരം പിടിച്ചു തന്റെ മാറോട് ആ സമൂഹമതിൽ അന്നു കാത്തനുമായി അതു ഘോഷിക്കും സന്തോഷത ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ ഈ മാർഗത്തിൽ എന്റെ ഉള്ളത്തിൽ ഈ മാർഗത്തിൽ എന്റെ ഉള്ളത്തിൽ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി 19-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് വലിയവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 19 വാക്യപ്രതിവാക്യമായി വായിച്ച് വലിയവനായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൽ നിന്നും അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. അതിന്റെ ഉഷ്ണമേൽക്കാതെ മറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ,
അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കുന്നു. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ പാതകരമായിരിക്കുമാറാകട്ടെ. കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഹൃദയംഗമായി നമ്മുടെ കണ്ണുകളെ ദൈവസ്ഥനിൽ അടച്ച് ഹൃദയം ദൈവസ്ഥനിൽ പകർന്നുകൊണ്ട് അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ നിയന്ത്രിപ്പാൻ വലിയവനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ ഗ്രൗണ്ട് മുഴുവനും ഉണ്ടാകേണ്ടതിനായി, ദൈവദയസിനാൽ കർത്താവ് നമ്മെ നിറയ്ക്കേണ്ടതിനായി നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവസ്ഥനിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ IPC നല്ലൂരിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബു, തത്വമംഗലത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർ ഷാജി പി ജോർജ് എന്നീ ദൈവദാസന്മാർ ദയവായി മുമ്പോട്ട് വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ വിട്ടുതരുവീനെന്ന് അപേക്ഷിപ്പീനെന്ന് അരുളി ചെയ്ത അരുമ മണവാളനെ, ഈ സമയം ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് പകലിൽ അങ്ങ് ഞങ്ങളുടെ നടുവിൽ നടക്കുന്ന കാലൊച്ച ഞങ്ങളുടെ വിശ്വാസമാകുന്ന കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന പകലാണ്. ഇന്ന് പകൽ ഞങ്ങൾ കരം നീട്ടി അങ്ങേ തൊടുന്നൊരു പകലായി തീരുവാൻ, അങ്ങിൽ നിന്നും അനുഗ്രഹം ഞങ്ങളിലേക്ക് വ്യാപരിക്കുന്നൊരു പകലായി തീരുവാൻ ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രാജുവേഷൻ ശുശ്രൂഷയെ ഞങ്ങൾ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ആദിയോടന്ത്യ ദൈവത്തിൻ്റെ കൃപയുണ്ടാക്കണമേ. നല്ല പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹമേറിയ കയറിനെ ദൈവം അവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടുത്തെ നാമം ഉയരുവാൻ ദൈവമിടയാക്കണമേ. കർത്താവെ, അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മഹനീയമായ ശുശ്രൂഷകളിൽ ആമീൻ തിരഞ്ഞെടുത്ത അവിടുത്തെ വലിയ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പകലിൽ ഇവിടെ നിന്ന് വയൽ പ്രദേശത്തേക്ക് ഇറങ്ങുവാൻ പോകുന്ന അഭിഷിക്തന്മാർക്കായി സ്തോത്രം. ആമീൻ. അവർക്കോറം ആമീൻ. അവിടുത്തെ അഭിഷിക്തന്മാരെ ദൈവവചന അഭ്യസിപ്പിക്കുവാൻ ആമീൻ അവിടുത്തെ ടീച്ചേഴ്സിന്റെ ദൈവ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാവരോടും ചേർന്ന് ഇന്ന് പകൽ ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ തരുന്നതിന് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ആദിയോടെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കണം. അവിടുത്തെ പരിശുദ്ധി ആത്മാവ് ശുശ്രൂഷകളെ കയ്യേറ്റു വരിച്ചു നടത്തണം. പ്രാർത്ഥനയും യാതനകളും കേട്ടതിനായി സ്തോത്രം. അവിടുന്ന് മഹത്വം എടുക്കണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അതേ കർത്താവിന്റെ വേലയ്ക്കായവരെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഇത്രത്തോളം അവിടുന്ന് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. വചനം പഠിച്ച് നിശ്ചയമുള്ളവരായി കർത്താവിന്റെ വയൽ പ്രദേശത്ത് കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ദാസന്മാരെ നീ ഇവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ അവർ പഠിച്ചതായ വചനങ്ങൾ അവരുടെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് മുഖാന്തരമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവവചനം പഠിപ്പാൻ നിരദാസന്മാരെ നീ ഇവിടുന്ന് സഹായിച്ചു. ദൈവവചനം പഠിപ്പിക്കുവാൻ അങ്ങയുടെ വിലയേറിയ വൃദ്ധന്മാരെ നീ ഇവിടുന്ന് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. അതേ കർത്താവെ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽപ്പാൻ തക്കോണം. അതേ കർത്താവെ, ഇന്ന് പകൽക്കാലം ഇവിടെ നിന്നും അത് ബിരുദം ലഭിച്ച് കടന്നു പോകുന്നതായ അങ്ങയുടെ ദാസന്മാരെ നീ ഇവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, തുടർന്നുള്ളതായ നാളുകളിലും ദൈവത്തിന്റെ വചനം ആഴമായി പഠിക്കുവാൻ നിന്റെ വൃദ്ധന്മാരെ നീ ഇവിടുന്ന് സഹായിക്കുമാറാകണമേ. ശുശ്രൂഷകൾ പങ്കെടുക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അതേ ബിരുദം ലഭിക്കുന്നതായ നിന്റെ ദാസന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ബന്ധുക്കളായി, ചർച്ചക്കാരായി, മാതാപിതാക്കളായി, സഹോദരങ്ങളായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, അതേ കർത്താവ്, ആരെങ്കിലും ഈ ഭാഗ്യകരമായ അവസ്ഥയിലേക്ക്, അതേ കർത്താവ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് നിത്യജീവന്റേതായ സന്ദേശം അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയിട്ടില്ല എങ്കിൽ
അതേ ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷകൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരത്തിന് മുഖാന്തരമായി തീരുവാൻ, അത് കർത്താവ് നിത്യതയെക്കുറിച്ചുള്ളതായ ലക്ഷ്യബോധം ലഭിക്കുന്നതിന് മുഖാന്തരമായി തീരുവാൻ, അത് നിത്യമായ നാശത്തെക്കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് ലഭിക്കുവാൻ മുഖാന്തരമായി തീരുവാൻ ഇടയാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. സ്ഥാപനത്തിൽ ഇത്രത്തോളം സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. തുടർന്ന് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യും. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. മാനവത്തോട് നിന്നെടുക്കണം. ഈ സുരക്ഷാവിന്റെ വിലയേറിയ നാമത്തിൽ അതിവിനയം താഴ്മയായി യാചിക്കുന്ന കൃപയുടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ഈ വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തദാസന്മാർ, ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്നതായ വാത്സല്യ സഹോദരങ്ങൾ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചെന്നിരിക്കുന്നതായ മറ്റ് ദൈവദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ശാലേം ബൈബിൾ സ്കൂളിൻ്റെ 14ാമത് ഗ്രാജുവേഷൻ സർവീസിൽ നമുക്കൊത്തൊരുമിച്ച് കാണുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കിയതായ ഈ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അകത്തേത്തറ ശാലേം സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഈ വീടിൻ്റെ ഈ പറമ്പിൻ്റെയൊക്കെ ഉടമയും എന്നെ വിശ്വാസ സ്നാനം നടത്തിയതുമായിരിക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ, നാം എല്ലാം അറിയപ്പെടുന്നതായ പ്രിയ ചായൻ പശൻസി എബ്രഹാം ഒരു ദിവസം രാവിലെ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, മോനെ, നീ ഇവിടെ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിക്കണം, അത് കഴിയുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരെണ്ണം ആരംഭിക്കണം. ഞാൻ അന്നൊന്ന് ഊറിച്ചിരിച്ചു. കാരണം 89, 88 ആ വർഷങ്ങളിലൊക്കെ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കുണ്ടായത്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, 91 അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അകത്തേത്തറ ശാലേം ചർച്ചിൽ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. 15 വിദ്യാർത്ഥികൾ അന്ന് ബൈബിൾ സ്കൂളിലുണ്ടായിരുന്നു. അവിടെ ഞങ്ങളെ കുടുംബമായി താമസിക്കുന്നു. അവിടെ ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. 96 വരെ അത് തുടരുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലും ഒരെണ്ണം ആരംഭിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ 97 അവിടെ നടന്നതായ ബൈബിൾ സ്കൂൾ ഈ വീട്ടിലേക്ക് മാറ്റുവാനിടയായി തീർന്നു. അങ്ങനെ 97 മുതൽ ശാലേം ബൈബിൾ സ്കൂൾ ഇവിടെ വെച്ച് നടത്തപ്പെടുവാനായി സർവശക്തനായ കർത്താവ് ഒരുക്കുന്നതായ സാവകാശനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് 16ാമത് വർഷമാണ്. ശാലേം ബൈബിൾ സ്കൂളിൻ്റെ 16ാമത് വർഷമാണ്. 14ാമത്തെ ഗ്രാജുവേഷൻ സർവീസാണ് ഇന്ന് ഇവിടെ വെച്ച് നടത്തപ്പെടുന്നത്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് അധികമായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ 125 പരം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് 3 വർഷം ദൈവജനം പഠിച്ച് GTC സർട്ടിഫിക്കറ്റ് അവർ കൈവശമാക്കി നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവർ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അവരിൽ ചിലർ വളരെ മികച്ച രീതിയിൽ ശുശ്രൂഷയിൽ ശോഭിക്കുന്നവരാണ്. ബൈബിൾ സ്കൂൾ നടത്തുന്നവരുണ്ട്, സെൻറ്ററിൻ്റെ ശുശ്രൂഷകളുള്ളവരുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ നല്ല സഭകളുടെയൊക്കെ ശുശ്രൂഷ വഹിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അട്ടപ്പാടി പ്രദേശങ്ങളിൽ, വിശേഷാൽ ഒലവക്കോട് സെൻറ്ററിൽ തന്നെ 8-10 ശുശ്രൂഷകന്മാർ ശാലേം ബൈബിൾ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. അങ്ങനെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഇവിടെ പഠിച്ചതായ വിദ്യാർത്ഥികൾ മുഖേന കർത്താവ് ഇടയാക്കിയ വൻകൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നോട് ആവശ്യപ്പെട്ടതായ വാത്സല്യ പിതാവ് ഈ ബൈബിൾ സ്കൂൾ ആരംഭിച്ച് 2 മാസത്തിനുള്ളിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ അത് സാധിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. ഇവിടെ ബോഡി കൊണ്ടുവന്നതൊക്കെ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് പ്രിയ അദ്ദേഹത്തിൻ്റെ മക്കൾ നമുക്കറിയാവുന്നതുപോലെ പ്രിയ മോനിച്ചാന്, ജോർച്ചാന്, കുഞ്ഞ് ജോൺസൺ, അവരുടെ കുടുംബങ്ങൾ ചേർന്ന് ഈ ബൈബിൾ സ്കൂള് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഗ്രഹീതമായി നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. ഈ ഗ്രാജുവേഷൻ ബൈബിൾ സ്കൂളിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ജോർജ് എബ്രഹാം, കുടുംബം, സിസ്റ്റർ റേച്ചൽ ജോർജ് എന്നീ പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബൈബിൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പള് പാസ്റ്റർ എം മത്തായി അവർകളാണ്. അദ്ദേഹം വിദേശ യാത്രയിലാണ്. അതുകൊണ്ട് ഈ സർവീസിന് അദ്ദേഹത്തിന് വന്ന് സംബന്ധിപ്പാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം
വിളിച്ച കാര്യങ്ങൾ ചോദിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷം മുൻപ് വടക്കഞ്ചേരിയിൽ പാസ്റ്റർ ജോസ് വർഗീസ് പാസ്റ്റർ ഒരു ബൈബിൾ സ്കൂള്, സായാഹ്ന ബൈബിൾ സ്കൂൾ അവിടെ ആരംഭിക്കുകയുണ്ടായി. അത് ശാലയം ബൈബിൾ സ്കൂളുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് 3 വർഷം അവിടെ പഠിച്ചതായ വിദ്യാർത്ഥികളും ഇന്ന് ഇവിടെ വെച്ച് ഗ്രാജുവേറ്റ് ചെയ്യുകയാണ്. ശാലയം ബൈബിൾ സ്കൂളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ക്ലാസ് ആയിട്ട് അത് നടത്തപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ വടക്കഞ്ചേരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നതായ വാത്സല്യ സഹോദരങ്ങളും ഇവിടെ 3 വർഷം പഠിച്ചതായ സഹോദരങ്ങളും ഒരുമിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്നതായ ഈ മഹനീയ സമയത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥനായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ 3 വർഷം താമസിച്ച് ദൈവത്തിൻ്റെ വചനം പഠിച്ചതായ സഹോദരങ്ങൾക്ക് GTH സർട്ടിഫിക്കറ്റും സായാഹ്ന ബൈബിൾ സ്കൂളിൽ സംബന്ധിച്ച ഇവിടുത്തെ എക്സ്റ്റൻഷൻ ക്ലാസ്സിൽ സംബന്ധിച്ചതായ ദൈവദാസന്മാർക്ക് ഡിപ്റ്റിയേഷൻ സർട്ടിഫിക്കറ്റും ഇവിടെ വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ശുശ്രൂഷയിൽ ഒരുമിച്ചായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിൻസിപ്പൽ ആണ് സാധാരണ എല്ലാ നമ്മുടെ ഗ്രാജുവേഷൻ സർവീസിലും അധ്യക്ഷനായിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വടക്കഞ്ചേരി സഭയുടെ ശുശ്രൂഷകനും സെൻറ്ററിൻ്റെ ശുശ്രൂഷകനും മാത്രമല്ല കഴിഞ്ഞ ദീർഘവർഷക്കാലം ഈ ബൈബിൾ സ്കൂളിൽ കിടന്നു അധ്യാപകനായി വളരെ പ്രവർത്തിക്കുന്ന, വളരെ നന്നായി ദൈവജനം അഭ്യസിപ്പിക്കുന്നതായ കർത്താവിനെ വിലയേറിയദാസൻ പാസ്റ്റർ ജോസ് വർഗീസ് അവറുകളെ തുടർന്നുള്ള ശുശ്രൂഷയുടെ അധ്യക്ഷനായി സ്വീകരിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വാഗതമാണ്. അതിന് ബ്രദർ MJ സാമുവൽ. ഇപ്രകാരം ദൈവത്തിൻ്റെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് അറിയിക്കുന്ന നല്ല സമയത്ത് ഞാൻ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ വർഷം കർത്താവ് നിങ്ങളെ പരിപാലിച്ചു. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവ സന്നിധാനത്തിൽ വരുവാൻ കർത്താവ് നമുക്ക് അറിയിക്കുന്ന നല്ല അവസരത്തായിട്ട് സ്തുതിക്കുകയാണ്. പ്രിയ ജോയി പാസ് ഓർപ്പിച്ച പോലെ ഏകദേശം 46 വർഷം മുമ്പ് ഇവിടെ വന്ന് താമസിച്ച പ്രിയ അന്തരിച്ച വന്യപിതാവ് പാസ്റ്റർ NC എബ്രഹാം, നമ്മളെല്ലാം വളരെ ഓമനപ്പോടെ വിളിക്കുന്ന അവറാച്ചായൻ, അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്, തൻ്റെ ദർശനത്തിൻ്റെ ഒരു പ്രതിഫലമാണ് ഈ ശാലയം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ പിതാവിനെ കുറിച്ച് പ്രിയ ജോയി പാസ്റ്റർ പറഞ്ഞുകൊണ്ട് കൂടുതലായി ഞാൻ വിഷയത്തേക്ക് കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ജീവിത അഭിലാഷം എന്ന നിലയിൽ തൻ്റെ മക്കൾ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്ത് നടത്തുകയും ഇത്രത്തോളം മനോഹരമായി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു ദൈവം സ്തുതിക്കുകയാണ്. എളിയനും ഇതിൻ്റെ ഒരു ഭാഗവാക്യത്തിലും കർത്താവ് സഹായിച്ചു ഓർത്ത് സ്തുതിക്കുകയാണ്. ദൈവം നൽകിയ എല്ലാ ഉപകാരങ്ങൾക്കായി ദൈവം സ്തുതിക്കുകയാണ്. വിശേഷാൽ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ പഠിച്ചവർ, എക്സ്റ്റൻഷൻ കോഴ്സായിട്ട് പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ, ഒരു പ്രായാധിക്യം കൊണ്ടൊക്കെ പ്രായമുള്ള ആൾക്കാരാണ്. എങ്കിലും ദൈവം അവരെയും ഈ മഹനീയ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് ഓർത്ത് സ്തുതിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ച ദൗത്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഈ ഗ്രാജുവേറ്റ് സർവീസ് അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ ജോസ് വർഗീസ് അവറുകളെ ഈ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഡയറക്ടർ ബോർഡ് അംഗമായിരിക്കുന്ന പാസ്റ്റർ പാസ്റ്റർ ജോർജ് എബ്രഹാം, എൻ്റെ അളിയനും കൂടിയാണ് അദ്ദേഹവും എൻ്റെ പെങ്ങൾ റേച്ചലും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് സ്തുതിക്കുകയാണ്. ഈ മീറ്റിങ്ങിലേക്ക് വളരെ ഹാർദമായി അവരെ സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന ഇവിടുത്തെ അധ്യാപകർ വളരെ പ്രശംസനീയമായിട്ട് മറ്റ് ബൈബിൾ സ്കൂളിൽ പോലെയല്ല, വളരെ സമർത്ഥമായി ആത്മാർത്ഥതയോടെ കൃത്യസമയത്ത് തന്നെ വന്ന് ഇവരെ വചനം പഠിപ്പിക്കുന്ന പ്രിയ അധ്യാപകർ, ഓരോരുത്തരുടെ പേരെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, അവരെ ഓർത്ത് ദൈവം സ്തുതിക്കുന്നു. അവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന മറ്റ് ദേവദാസന്മാർ, പാസ്റ്റർ ജോയി പാസ്റ്റർ, പാലക്കാട് സൗത്ത് സെൻട്രൽ പാസ്റ്റർ ജോയി പാസ്റ്റർ, പാസ്റ്റർ നമ്മുടെ പാസ്റ്റർ NC എബ്രഹാം, ഏരിയ കൺവീനർ, അങ്ങനെ പല ദൈവദാസന്മാരുടെ സ്റ്റേജിലുണ്ട്. അവരെ ഒത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവവിശ്വാസികൾ, അയൽവക്കാർ, സ്നേഹിതർ, വടക്കഞ്ചേരിയിൽ നിന്നും മറ്റ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ സൗകര്യ സഹകരണ ദൈവദാസന്മാർക്കായി സ്തുതിക്കുന്നു. അവരൊക്കെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ നേരത്തെ ഇവിടെ ഓർപ്പിച്ച പ്രിയ എൻ്റെ സ്നേഹിതന്മാരൊക്കെ വന്നതിൻ്റെ വട്ടം കൂടി. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി
അവർ ഇറങ്ങുകയാണ്. ഞാൻ അപ്പോൾ ഞാൻ സ്പോൺസേഴ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആരുമില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യം. ഇവിടെ ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളും എനിക്ക് പറയാനുള്ളത്, സ്പോൺസേഴ്സ് മിനിസ്റ്ററുടെ കാലമാണ് ഇപ്പോൾ. ബൈബിൾ സ്കൂളിൽ ഇറങ്ങി പുറപ്പെട്ടാൽ തന്നെ അവർ ആദ്യം ആലോചിക്കുന്ന ആരെങ്കിലും സ്പോൺസേഴ്സ് കിട്ടുമെന്നാണ്. നമ്മുടെ സ്പോൺസർ കർത്താവാണ്. ആ വിശ്വാസം വിട്ടുപോകരുത്. കർത്താവിൻ്റെ സ്പോൺസർ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഭൗതികമായ സ്പോൺസേഴ്സൊക്കെ കാലുമാറും. എന്നാൽ കാലുമാറാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ്. ആണ് ആ വിശ്വാസം, ആ പ്രതിഷ്ഠ, ആ തീരുമാനം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ വടക്കഞ്ചേരി ഭാഗത്തുനിന്ന് വന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഈ ബൈബിൾ സ്കൂളിന് പേരിൽ സ്വാഗതവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവസാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഈ പകൽ സമയം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശാലേം ബൈബിൾ സ്കൂളിൻ്റെ 14ാമത് ഗ്രാജുവേഷനിൽ സംബന്ധിക്കുന്ന ഡയറക്ടർ പാസ്റ്റർ ജോർജ് എൻ എബ്രഹാം ആൻഡ് കുടുംബം, ഈ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രാർ ആയിരിക്കുന്ന പാസ്റ്റർ MK ജോയി കുടുംബം, പ്രിയ ഷമുവേൽ ചാൻ കുടുംബം, ഈ സ്ഥാപനത്തിലെ അധ്യാപകർ, ഈ ഭാഗങ്ങളിൽ വിവിധ സെന്ററുകളുടെ ചുമതല വഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ഇന്ന് പകലിൽ ഇവിടെ വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, വിശേഷാൽ ഈ പകലില് ദൈവവചനം പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. പാലക്കാട് ജില്ലയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ വന്നിട്ട് 12 വർഷം പിന്നിടുകയാണ്. വന്ന സമയം മുതൽ ഈ സ്ഥാപനത്തിൽ വരുവാനും കർത്താവിനെ ഏൽപ്പിച്ച പ്രാപ്തിക്കനുസരണമായി ഇവിടെ ദൈവവചനം പഠിപ്പിക്കുവാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകി. അതൊരു സന്തോഷമായി കരുതുന്നു. അതിന് മുഖാന്തരമായ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്താവിന്റെ ദാസൻ പ്രിയ ജോയ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ 3 വർഷത്തിന് മുൻപ് വടക്കഞ്ചേരിയിൽ ഒരു ഈവനിങ് ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാൻ ദൈവമുഖാന്തരങ്ങൾ ഒരുക്കി. അതിന് മുഖാന്തരമായി തീർന്നത് അവിടെ കഴിഞ്ഞ 3 വർഷത്തിലധികം ദൈവവചനം പഠിച്ച് ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സഹോദരങ്ങളിൽ ഒരാളായിരിക്കുന്ന ബ്രദർ ജോർജ് തോമസാണ്. മേഖലയുടെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് മടങ്ങി വരുമ്പോൾ ഇങ്ങനെയൊരു ചിന്ത മനസ്സിലുണ്ടാകുകയും ഞങ്ങൾ ഒരുമിച്ചത് പരസ്പരം ഷെയർ ചെയ്യുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ദൈവത്തിന്റെ ഒരു ഹിതവും ദൈവത്തിന്റെ ഒരു പ്രത്യേക വഴിയുമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ നിലയിൽ ആ സ്ഥാപനം അവിടെ ആരംഭിക്കുവാൻ ദൈവം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി. പല ചിന്തകളും പല ക്രമീകരണങ്ങളും അതിന്റെ പ്രാരംഭങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനനുസരിച്ച് പല ചിന്തകളും നീങ്ങിയില്ല. ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും രജിസ്ട്രാറും ആ ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ ചില നാളുകൾക്ക് മുൻപ് അവരോടും ഇതിന്റെ ചുമതലപ്പെട്ടവരോടും സംസാരിച്ച് ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് അതിന്റെ ഗ്രാജുവേഷൻ നടത്തണം എന്നുള്ള ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു. അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഏറ്റവും അനുഗ്രഹമായ നിലയിൽ ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ നിലയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ കർത്താവിന്റെ സന്നിധിയിൽ വളരെ നന്ദിയുള്ളവനായിരിക്കുന്നു. അവിടെ ഇപ്പോൾ നിലവിൽ 15 സഹോദരങ്ങൾ ദൈവവചനം പഠിക്കുന്നുണ്ട്. അതിൽ 10 പേര് ഇന്ന് പകലിൽ ദൈവവചന പഠനം പൂർത്തിയാക്കി ഇവിടെ വടക്കഞ്ചേരിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുകയാണ്. തുടർന്ന് അവിടെയുള്ള സഹോദരങ്ങൾ അവിടെ പഠിക്കുന്നു. അവിടെ പഠിക്കുന്ന ചിലരിവിടെ ഈ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്.
നാളെ മുതൽ പുതിയ അധ്യയന വർഷം അവിടെ ആരംഭിക്കുകയാണ്. ഈവനിങ് ക്ലാസ് എന്നുള്ള നിലയിൽ സമയത്തിന് പരിമിതികൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിഷയങ്ങൾ അവർക്ക് എടുത്തു തീർക്കണം എന്ന ചിന്തയുള്ളത് കൊണ്ട് ദീർഘമായ സമയങ്ങൾ അവധി നൽകാതെ നാളെ മുതൽ ആ ക്ലാസ് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ആ വചന പഠനത്തിലേക്ക് ക്ഷണിക്കുന്നു. മുഴുവൻ സമയം താമസിച്ച് ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ശാലേം ബൈബിൾ സ്കൂളിൽ വന്ന് താമസിച്ച് ദൈവവചനം പഠിക്കണം. അല്ല, ആഴ്ചയിൽ 3 ദിവസം സായാഹ്ന ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ താല്പര്യമുള്ളവർ വടക്കഞ്ചേരിയിൽ നാളെ ആരംഭിക്കുന്ന സായാഹ്ന ബൈബിൾ സ്കൂളിൽ വന്ന് ദൈവവചന പഠനവുമായി ബന്ധപ്പെടണം. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ചിന്ത അത് തുടങ്ങിയപ്പോൾ സഹോദരിമാരായിട്ടും ചിലർ അതിനകത്തുണ്ടായിരുന്നു. ഈ വർഷം മുതൽ വീണ്ടും താല്പര്യപ്പെടുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ദൈവവചനം പഠിക്കുവാൻ അവിടെ അവസരം ഒരുക്കപ്പെടുകയാണ്. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽ വളരെ ദീർഘമായ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. എങ്കിൽ പോലും ചില ചിന്തകൾ വളരെ പരിമിതമായി ഓർപ്പിച്ചെന്റെ വാക്കുകൾ ഞാൻ നിർത്താം. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 77 ഞാൻ ദൈവവചനം പഠിക്കുവാനായിട്ട് പോകുമ്പോൾ ഇന്റർവ്യൂവിന് വന്ന നീണ്ട ക്യൂവിൽ ഒരാളായിട്ട് നിന്നതാണ് ഞാൻ. എന്നാൽ ഇന്ന് ആ ക്യൂവിൻ്റെയൊക്കെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. ക്യൂ നിൽക്കാൻ ആളില്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ വചനം പഠിക്കുവാൻ ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ കൂടിവരവിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കാം, ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ താല്പര്യം തരുന്നെങ്കിൽ നിങ്ങളുടെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിടണം. അവരെ ദൈവവചനം പഠിപ്പിച്ച് ദൈവവേലയിൽ പ്രയോജനപ്പെടുത്തണം. ഈ ലോകത്തിൽ ലഭിക്കുന്നതിൽ ഏറ്റവും മാന്യമായ ഏറ്റവും അനുഗ്രഹീതമായ ഒന്നാണ് സുവിശേഷ വേല. അതിന്റെ നന്മകൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. അതിന്റെ നന്മകൾ, അതിന്റെ ഫലം, അനന്തരഫലം നിത്യതയിൽ നാം ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്നും പ്രാപിക്കുവാൻ കഴിയും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഗ്രാജുവേറ്റ് ചെയ്തിറങ്ങുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവവചന പഠനം പൂർത്തിയായി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ എപ്പോഴും എന്നും പഠിക്കുന്നവരാകണം. ഒരു നല്ല കർത്തൃദാസൻ എന്നും വിദ്യാർത്ഥിയായിരിക്കണം. മറ്റൊന്ന്, ശക്തമായൊരു പ്രാർത്ഥനാ ജീവിതം ദൈവദാസന്മാരായ നമുക്ക് അത്യന്താപേക്ഷിതമാണ്, മറക്കരുത്. ദൈവവചനത്തിൽ മറ്റൊരു കാര്യം പൗലോസ് പറയുന്നത് എടുത്തു പറയുന്നു, നീ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്ന് തിമത്യോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. പ്രിയരെ, മാതൃകയില്ലാത്ത ധാരാളം ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ ആവോളം മാതൃകയോടെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പഠിക്കുക, പ്രാർത്ഥിക്കുക, മാതൃകാ ജീവിതം നയിക്കുക. ദൈവം ഈ വാക്കുകളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉപക്രമ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു.